ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ യുവാക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് മൻ കി ബാത്തിന്റെ 116ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. അർഹരായവർക്ക് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നാളെ മുതൽ സ്വീകരിക്കും. ശബരിമലയിൽ 9 ദിവസത്തിനിടെ തീർത്ഥാടനം നടത്തിയവരുടെ എണ്ണം 6 ലക്ഷം കടന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ പുതുച്ചേരിയെ തകർത്ത് കേരളം ഫൈനൽ റൌണ്ടിൽ. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 534 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ യുവാക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 116ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് 1 ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ രംഗവുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക പ്രചാരണ പരിപാടികൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. 11-12 जनवरी को दिल्ली के भारत मंडपम में युवा विचारों का महाकुंभ होने जा रहा है और इस पहल का नाम है विकसित भारत यंग लीडर्स डायलॉग. भारत भर से करोड़ों युवा इसमें भाग लेंगे. ऐसे 1 लाख युवाओं को राजनीति से जोड़ने के लिए देश में कई तरह के विशेष अभियान चलेंगे. विकसित भारत यंग लीडर्स डायलॉग भी ऐसा ही एक प्रयास है. സ്വാമി വിവേകാനന്ദന്റെ 162ാം ജന്മവാർഷികത്തിൽ വികസിത് ഭാരത് യുവ നേതൃസംഗമം ഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. എൻസിസിയിൽ പെൺകുട്ടികളുടെ പ്രവേശനം 25% നിന്ന് 40% ഉയർന്നതിൽ പ്രധാനമന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി. എൻസിസി കേഡറ്റായിരുന്ന നാളുകൾ വിവരിച്ചുകൊണ്ട് യുവാക്കളിൽ അച്ചടക്കത്തിന്റെയും നേതൃത്വത്തിന്റെയും സേവനത്തിന്റെയും മനോഭാവം എൻസിസി വളർത്തിയെടുക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം യജ്ഞം 5 മാസത്തിനുള്ളിൽ 100 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ ഈ യജ്ഞത്തിൽ പങ്കെടുത്തതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പ്രതിപക്ഷ പാർട്ടികളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയുക്ത എംപി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനോടൊപ്പമാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്ന് 9 ദിവസം പൂർത്തിയാകുമ്പോൾ 6,12,290 തീർത്ഥാടകർ ദർശനം നടത്തി. 41,64,00,000-ലധികം രൂപയുടെ വരുമാനം ലഭിച്ചതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ 6ാമത്തെ പരിപാടി ഇന്ന് നടന്നു. തിരുവനന്തപുരം ആറാലമ്മൂട് പുത്തനമ്പലം SNDP ഹാളിൽ നടന്ന കഥയരങ്ങിൽ സമകാലിക കഥാകൃത്തുകൾ പങ്കെടുത്തു. എഴുത്തുകാരനും ചലച്ചിത്ര നാടക പ്രവർത്തകനുമായ പ്രൊഫസർ V. അലിയാർ നാടകം ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ വെള്ള, നീല പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നാളെ മുതൽ സ്വീകരിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ 10 വരെ അപേക്ഷ നൽകാനാകും. അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള സഹകരണ സമ്മേളനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ICAയുടെ 130 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ ആഗോള സഹകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നടന്ന ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സിംഗിൾസിൽ ഇ സ്വാലിഹയും ചാമ്പ്യന്മാരായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനൽ മുതൽ അഴീക്കൽ തുറമുഖം വരെയുള്ള 11 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു മത്സരം. രജീഷ് കുളങ്ങര 1 മണിക്കൂർ 25 മിനിറ്റ് 36 സെക്കൻഡും സ്വാലിഹ 1 മണിക്കൂർ 36 മിനിറ്റ് 55 സെക്കൻഡും എടുത്താണ് ഫിനിഷ് ചെയ്തത്. പുരുഷന്മാരുടെ ഡബിൾസിൽ ആദർശ് പി അനിൽകുമാറും KR കണ്ണനും അടങ്ങിയ ടീം ഒന്നാമതെത്തി. മിക്സഡ് ഡബിൾസിൽ ഷെയ്ബിൻ നന്ദന ടീം ജേതാക്കളായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ ഉത്തരാഖണ്ഡ്, കർണാടക, തമിഴ്നാട്, ഡൽഹി, ഗോവ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 86 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. പെർത്തിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺ എന്ന നിലയിൽ. ഇന്ത്യ ഉയർത്തിയ 534 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസീസിന് ജയിക്കാൻ ഇനി 522 റൺ ആവശ്യമാണ്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളം ഫൈനൽ റൌണ്ടിൽ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെ ആധികാരിക വിജയത്തോടെയാണ് കേരളത്തിന്റെ ഫൈനൽ യോഗ്യത. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെ ആധികാരിക വിജയത്തോടെയാണ് കേരളം ഫൈനൽ റൌണ്ടിൽ യോഗ്യത നേടിയത്. 3 കളികളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരളം ബർത്തുറപ്പിച്ചത്. കളിയുടെ ആദ്യ പകുതിയുടെ തുടക്കം മുതൽ മുന്നേറിയ കേരളത്തിന് 11-ാം മിനിറ്റ് ലഭിച്ച പെനാൽറ്റി ദനിയ അഹമ്മദ് നീക്കം വലയിലെത്തിച്ചു. അസീബ് റഹ്മാനും സജീഷും ഇരട്ട ഗോളുകൾ നേടി. രണ്ടാം പകുതിയിൽ പകരക്കാരായി ഇറങ്ങിയ ക്രിസ്റ്റി ഡേവിസും ഷിജിനും കേരളത്തിന്റെ ഇരുവുയർത്തി. ഹൈദരാബാദിലാണ് ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ പരിപാടിയുടെ ഫലം പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ടീം ഗ്രീനിന്റെ ഗുല്ലു എന്ന ചിത്രം നേടി. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. registration.iffk.in എന്ന വെബ്സൈറ്റിലൂടെയും ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ വഴി നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം. വടക്കൻ കേരളത്തിൽ കാറ്ററിംഗ് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതായി മന്ത്രി വീണ ജോർജ്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ കാറ്ററിംഗ് യൂണിറ്റുകളിലാണ് വ്യാപക പരിശോധനകൾ നടത്തിയത്. ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ നേതൃസംഗമത്തിനായുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. 15-29 വയസ്സുവരെ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസിൽ പങ്കെടുത്ത് തുടർ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാം. യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കും. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും പൊതുരേഖാ നിയമപ്രകാരം 5 വർഷം വരെ ജയിൽ ശിക്ഷയും 10,000 രൂപ മുതൽ പിഴയും ലഭിക്കാമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ യുവാക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് മൻ കി ബാത്തിന്റെ 116ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. അർഹരായവർക്ക് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നാളെ മുതൽ സ്വീകരിക്കും. ശബരിമലയിൽ 9 ദിവസത്തിനിടെ തീർത്ഥാടനം നടത്തിയവരുടെ എണ്ണം 6 ലക്ഷം കടന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ പുതുച്ചേരിയെ തകർത്ത് കേരളം ഫൈനൽ റൌണ്ടിൽ. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 534 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.